ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കൊരിന്ത്യർ എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. 1 കൊരിന്ത്യർ 1:18. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ക്രൂശിൻ്റെ വചനം മനുഷ്യനെ രക്ഷിക്കുന്ന ക്രൂശിൻ്റെ വചനമാണ്. സമാധാനം തരുന്ന ക്രൂശിൻ്റെ വചനമാണ്. നാം ഈ ദിവസങ്ങളിൽ കുരിശിലെ അത്ഭുതങ്ങളെ ധ്യാനിച്ചു, കുരിശിലെ വചനങ്ങളെ ധ്യാനിച്ചു, കുരിശിൽ കൂടി ലഭിക്കുന്ന രക്ഷയെ ധ്യാനിച്ചു. കുരിശിൻ്റെ വചനം. അപ്പോസ്തലനായ പൗലോസ് ഒരു വലിയ ഗ്രീക്ക് ഫിലോസഫറായിരുന്നു. വലിയ സോക്രട്ടീസിനെ പോലെയും അരിസ്റ്റോട്ടിനെ പോലെയും പ്ലേറ്റോയെ പോലെയും എല്ലാമുള്ള ഒരു ഉന്നതനായ ബുദ്ധിജീവിയായിരുന്നു. എന്നാൽ അപ്പോസ്തലൻ ഒട്ടേറെ പഠിച്ചുവെങ്കിലും അപ്പോസ്തലനൊരു നിഗമനത്തിലെത്തി, ക്രൂശിൻ്റെ വചനത്തിലേക്ക് വന്നാലേ സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്ന്. ധാരാളം പഠിച്ചതൊന്നും അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങിയില്ല. അതെല്ലാം നിഷ്പ്രയോജനമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ടൊരു നേട്ടവുമില്ലെന്ന് മനസ്സിലായി. അന്നത്തെ തത്വചിന്തകന്മാരുടെ, ദാർശനികന്മാരുടെ ആശയഗതികളെല്ലാം അഭ്യസിച്ചു. പണ്ഡിതനായിരുന്നു. ക്രിസ്ത്യൻ ദേവാലയത്തിൽ പ്രധാനിയായിരുന്നു. സന്നദ്ധ സംഘത്തിൽ അംഗമായിരുന്നു. ഉന്നതമായ ഒരു സ്ഥാനമാനങ്ങളെല്ലാം ഉള്ള ആളായിരുന്നു. പക്ഷേ പൗലോസ്ലീഹ പറയുകയാണ്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. അനേകർക്ക് ഇന്ന് ക്രൂശിൻ്റെ വചനം ഭോഷത്വമാണ്. ക്രൂശ് എന്താണെന്ന് പോലും പലർക്ക് അറിഞ്ഞുകൂടാ. എന്താണ് കുരിശ്? നാം ഒരു 2 മരക്കഷ്ണങ്ങൾ ചേർത്തുണ്ടാക്കിയ ഒരു കുരിശ് നമ്മുടെ ഭാവനയിലുണ്ട്. കുരിശിൽ കർത്താവിനെ തറച്ചതിനെക്കുറിച്ച് നമുക്ക് ധാരണയുണ്ട്. എന്നതിൽ കവിഞ്ഞ് ക്രൂശ് എന്താണ്, ഇറ്റ്സ് എ മീനിങ് ഓഫ് ക്രോസ്, കുരിശിൻ്റെ അർത്ഥം എന്താണ്, അത് പലപ്പോഴും നാം ഗ്രഹിക്കാറില്ല. എന്താണ് കുരിശിൻ്റെ അർത്ഥം? ക്രിസ്തീയ ജീവിതം പഴയത് മരിച്ച് അടക്കപ്പെട്ട് പുതിയത് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരനുഭവമാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് അനുഭവിക്കുകയും അത് പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ ശ്രദ്ധാപൂർവ്വം അപ്പോസ്തലൻ്റെ ലേഖനങ്ങളെല്ലാം വായിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഈ ക്രൂശിൻ്റെ നിർണായകമായ ശക്തി അപ്പോസ്തലനെ എത്രമാത്രം സ്വാധീനിച്ചിരുന്നു എന്നുള്ളത്. നിങ്ങളെയും ക്രൂശിൻ്റെ ശക്തി ഇന്ന് സ്വാധീനം ചെയ്യും. എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഈ വചനം ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ, ഞാൻ എൻ്റെ ജ്ഞാനത്തിൽ നിന്നും പറയുകയില്ല, എൻ്റെ അറിവിൽ നിന്നും പറയുകയില്ല, അതെല്ലാം എന്നെ വിട്ടു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് അത് ഉയർത്തണമെന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആകെ ലക്ഷ്യം. യേശുക്രിസ്തുവിൻ്റെ കുരിശിനെ ഉയർത്തിപ്പിടിക്കുക, കുരിശിൻ്റെ രക്ഷാസന്ദേശം കഴിവുള്ളിടത്തോളം ഓടി നടന്ന് പറയുക എന്നുള്ളതാണ് എനിക്ക് കർത്താവ് തന്ന ഒരു ഭാഗ്യം. ക്രൂശിൻ്റെ ആ അത്ഭുതകരമായ സന്ദേശം എനിക്ക് ലഭിച്ചതോടുകൂടി ഓടി നടന്ന ഈ സന്ദേശം പകരണമെന്ന് ആഗ്രഹമുണ്ടായി. അതാണ് എൻ്റെ സുവിശേഷ വിലയുടെ അടിസ്ഥാനം. എന്തെല്ലാം കിട്ടിയാലും യേശുക്രിസ്തുവിന് കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. യേശുക്രിസ്തു ഹൃദയത്തിൽ വരുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ക്രിസ്തുവിൻ്റെ കുരിശ് എന്താണ് എന്ന് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. കുരിശിൻ്റെ വഴിയെ പോകുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇന്ന് വെള്ളിയാഴ്ച ദിവസം അനേകരെ കുരിശ് മരക്കൊണ്ടുള്ള കുരിശുണ്ടാക്കി അത് ചുവന്നുകൊണ്ട് മല കയറുന്നൊക്കെ നാം പാത്രത്തിൽ വായിക്കുകയും ചില പടങ്ങൾ കാണുകയൊക്കെ ചെയ്യാറുണ്ടല്ലോ. അതൊന്നുമല്ല കുരിശ് വഹിക്കുക എന്ന് പറയുന്നത്. അതൊക്കെ കഴിവുള്ളവരൊക്കെ ചെയ്യട്ടെ. അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാൻ എനിക്ക് അവകാശമില്ല. പക്ഷേ എനിക്ക് അറിയാം, കുരിശ് വഹിക്കുക എന്ന് പറയുന്നത് ഒരു മരം കൊണ്ടുള്ള കുരിശ് വഹിച്ച് ഭാരപ്പെട്ട് കുന്നു കയറുന്നതല്ല. കുരിശ് ഭാരപ്പെട്ട് കഴിക്കുന്നതല്ല. കുരിശ് പിതാവിൻ്റെ ഇഷ്ടത്തിന് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കുന്നതാണ്. നിത്യനായ പിതാവിൻ്റെ ഹിതം എന്താണ്? മനുഷ്യജാതിയുടെ രക്ഷ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഒന്നുകിൽ ദൈവരാജ്യത്തിന് അർഹരായിത്തീരും, അല്ലെങ്കിൽ നരകത്തിന് അർഹരായിത്തീരും. അത് കാര്യം ഉറപ്പാണ്. ഒന്നുകിൽ ദൈവരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്. ആ സ്വർഗ സന്തോഷ ഭൂമിയിലേക്ക് എത്തുന്നതിന് ഉള്ള വഴിയാണ് കുരിശിൻ്റെ വഴി. എന്ന് പറഞ്ഞാൽ നാം കുരിശ് നോക്കുക എന്നുള്ളതിൽ ഞാൻ വീണ്ടും പറയട്ടെ,
നമ്മുടെ ജീവിതത്തിൽ അനുദിനം വരുന്നതായി കുരിശുകൾ സന്തോഷപൂർവ്വം ചുമക്കുക. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുദിനം കുരിശുകൾ വരും. നമുക്ക് വേണ്ട എന്ന് വിചാരിച്ചാലും നമുക്ക് മാറ്റിക്കളയാൻ വയ്യാത്തതായ ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരും. ചിലപ്പോൾ രോഗമായിട്ടായിരിക്കാം, ചിലപ്പോൾ കടമായിട്ടായിരിക്കാം, ചിലപ്പോൾ വീട്ടിലെ വഴക്ക് മൂലമായിരിക്കാം, ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണക്കമില്ലാത്തതുകൊണ്ടായിരിക്കാം, മാതാപിതാക്കളും മക്കളും തമ്മിൽ ഐക്യം വരാത്തതുകൊണ്ടായിരിക്കാം. ഏതെങ്കിലും എല്ലാം തരത്തിൽ കുരിശ് നമ്മുടെ വീടുകളിൽ തന്നെയുണ്ട്. കുരിശ്, ഈ കുരിശിനെ പുഞ്ചിയോടെ നേടുന്നതാണ് ക്രിസ്തുവിൻ്റെ വഴി. കുരിശിനെ ഭാരത്തോടെ ചുമക്കുന്നതല്ല. ഒരിക്കൽ ഒരു മനുഷ്യൻ കുരിശി വന്നുകൊണ്ട് പോവുകയായിരുന്നു. സ്വർഗ്ഗത്തിലേക്ക് പോവുകയാണ്, കുരിശി വന്നുകൊണ്ടാണ് പോകുന്നത്. അദ്ദേഹം അങ്ങനെ ധരിച്ചു കുരിശി വന്നാൽ സ്വർഗ്ഗത്തിലെത്താമെന്ന്. അദ്ദേഹം ആ കുരിശി വന്നുകൊണ്ട് പോകുമ്പോൾ കുറേയും കൂടെ നടന്നപ്പോൾ ഈ ഭാരം സഹിക്കാൻ വയ്യ, ഭയങ്കര ഭാരം, വലിയ മരമാണ്. അദ്ദേഹം ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ അടുത്തൊരാൾ മരം വെട്ടുന്നത് കണ്ടു. അദ്ദേഹം ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങളുടെ കോടതി ഒന്ന് തരാമോ, എനിക്ക് ഇത് വല്ലാത്ത ഭാരം, ഈ കുരിശിൻ്റെ ഭാരം ഒന്ന് കുറയ്ക്കാൻ, അല്പം ഒന്ന് നീളം കുറയ്ക്കാനാണ്, കോടാലി തരാമോ? പിന്നെ തരാമല്ലോ. കോടാലി കൊടുത്തു. അദ്ദേഹം ആ കോടാലി കൊണ്ട് കുരിശിൻ്റെ നീണ്ട ഭാഗം അവിടെ കുറച്ച് മുറിച്ച് കളഞ്ഞു. അപ്പോൾ ഭാരം കുറഞ്ഞു, സൗകര്യമായി. അദ്ദേഹം ആ കുരിശി ഒന്നുകൂടെ അങ്ങ് പോവുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ വേറെയും അനേകർ കുരിശി ഒന്നുകൊണ്ട് പോകുന്നു. എല്ലാവരും സ്വർഗ്ഗരാജ്യത്തേക്കാണ് പോകുന്നത്. സ്വർഗ്ഗരാജ്യത്തേക്ക് പോകുന്ന അനേകർ പോകുന്ന സിയോൻ യാത്രാ സംഘത്തിൽ ഇദ്ദേഹം കൂടി. കുരിശ് ചുമന്നുകൊണ്ട് പോകുമ്പോൾ അവിടെ അങ്ങോട്ട് സ്വർഗ്ഗരാജ്യത്തേക്ക് അടുക്കാറായപ്പോൾ അവിടെ വലിയൊരു വിടവ്, ഒരു ഗൾഫ്, ഒരു വലിയൊരു പിളർപ്പ്. അപ്പുറം കിടക്കാൻ വയ്യ, എല്ലാവരും അമ്പരം നിൽക്കുക, എങ്ങനെ കിടക്കും? അപ്പോൾ അദ്ദേഹം നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഓരോരുത്തരും അവരവർ ചുവന്നുകൊണ്ട് കുരിശ് അവിടെ അങ്ങ് വെച്ചു. അപ്പോൾ ആ കുരിശ് ചവിട്ടിക്കൊണ്ട് അങ്ങോട്ട് കിടക്കാം, സൗകര്യമായി. ഇദ്ദേഹവും തൻ്റെ കുരിശ് എടുത്തു വെച്ചു. അപ്പോൾ മനസ്സിലാകുന്നത് ഇതിൻ്റെ കുരിശ് അങ്ങ് എത്തുന്നില്ല, അവിടെ അങ്ങ് അറ്റം എത്തുന്നില്ല. കുരിശിൻ്റെ അറ്റം അദ്ദേഹം കളഞ്ഞത് ക്ഷീണം കൊണ്ടാണ്, വഹിക്കാൻ വയ്യാന്ന് ഓർത്തുകൊണ്ടാണ്, ഭാരമുള്ളത് കൊണ്ടാണ്. എങ്കിലും കുരിശിൻ്റെ അറ്റം കളഞ്ഞത് നഷ്ടമായിപ്പോയി. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട് നമുക്ക് വേണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നതായ ചില പ്രയാസ കാര്യങ്ങൾ, ചില വിഷയങ്ങൾ, ചില ദുരിതങ്ങളായിരിക്കാം, നമ്മുടെ ചില ആഗ്രഹങ്ങൾ സാധിക്കാത്തതായിരിക്കാം, ഏതോ ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും, മുന്നോട്ടൊരു ഗതി കിട്ടാതെ അവിടെ നിന്ന് മലയുന്നതായിരിക്കും. ഓരോരുത്തരും ഓർത്ത് നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലേ ചില പ്രശ്നങ്ങൾ, ചില ദുരിതങ്ങൾ? ഓർത്താൽ ഏങ്ങലടിച്ച് കരയാനേ ഉള്ളൂ, എല്ലാവർക്കും അതെ. ശരിക്കും ചിന്തിച്ചാൽ ഒന്ന് സന്തോഷിക്കാനില്ല, ചിരിക്കാനുള്ള വകയില്ല. എല്ലാം ഓർമ്മയിൽ നിന്ന് എടുക്കും തോറും തികട്ടി വരുന്നത് ദുരിതങ്ങളാണ്. എല്ലാം വേദനാ വിഷയങ്ങൾ തന്നെ. ഇത് നാം വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ ഡിനൈയിങ് ദ ക്രോസ് എന്ന് പറയും. ഡിനൈയിങ് ദ ക്രോസ് ഡിനൈ ചെയ്യുക. കുരിശ് വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ സംഭവിക്കുന്നതെന്നറിയാമോ? നമുക്ക് സ്വർഗ്ഗഗൃഹത്തേക്ക് എത്താനുള്ള ആ പാലമാകാൻ ഈ കുരിശ് മതിയാകാതെ പോകും. സ്വർഗ്ഗരാജ്യത്തിലേക്ക് എത്തണമെങ്കിൽ കുരിശ് നാം സന്തോഷത്തോടെ വഹിച്ചേ പറ്റൂ. സ്വർഗ്ഗരാജ്യത്തിൽ എത്തണമെങ്കിൽ അത് കുരിശിൻ്റെ പാതയാണ്, കുരിശിൻ്റെ വഴിയാണ്. കുരിശിൻ്റെ വഴിയെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സഞ്ചരിച്ചു. അങ്ങനെ നിത്യമായ ശോഭനതീരത്ത് അനേകം ആളുകൾ എത്തിക്കുവാൻ കർത്താവ് രക്ഷയുടെ മാർഗമായി തീർന്നു, രക്ഷയുടെ സങ്കേതമായി തീർന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ ആരംഭം വായിക്കുമ്പോൾ കാണാം, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു, അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു. യേശു ക്രിസ്തു ഓർത്തു. കുരിശ് വഹിക്കുമ്പോൾ പ്രയാസമാണ്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രങ്ങളിൽ നിന്ന് മാറ്റണമേ എന്ന് പോലും പ്രാർത്ഥിച്ചു. കുരിശ് വഹിക്കുമ്പോൾ പ്രയാസം തന്നെയാണ്. പക്ഷേ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു. മുമ്പിൽ വേറെ സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ ഭാരപ്പെട്ടി കുരിശ് വഹിച്ചുകൊണ്ട് പോയാലും, ഇന്ന് ദുരിതപൂരിതമായ ജീവിതം ഞാൻ പുഞ്ചിരിയോടെ എൻ്റെ ജീവിതത്തിൽ അത് അനുവർത്തിച്ചാലും, ഈ ജീവിതത്തിൻ്റെ അവസാനം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയിലേക്ക് ദൈവം എത്തിക്കും എന്നുള്ളൊരു ഉറപ്പുണ്ട്. അതുകൊണ്ട് തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഞാൻ കഴിഞ്ഞൊരു അവസരത്തിൽ ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി, ദ മീനിങ് ഓഫ് ദ ക്രോസ്, കുരിശിൻ്റെ അർത്ഥം എന്നുള്ളത്, ഒന്ന്, സിന്നർ പണിഷ്ഡ്, പാപി ശിക്ഷിക്കപ്പെടുന്നു. പാപി ശിക്ഷിക്കപ്പെടുന്നു. നാം എല്ലാവരും പാപിയാണ്.
നമ്മെ വലച്ചുകൊണ്ടിരിക്കുന്ന പാപത്തിൻ്റെ ശിക്ഷ കിട്ടുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. സിൻ പണിഷ്ഡ്, പാവം ശിക്ഷിക്കപ്പെടുന്നു. പക്ഷേ പാവം ശിക്ഷിക്കപ്പെടുമ്പോഴും ദ സിന്നർ റിലീസ്ഡ്, സിന്നർ റിഡീംഡ്, പാവി വീണ്ടെടുക്കപ്പെടുന്നു. ഈ ഇംഗ്ലീഷ് വാക്കുകളൊന്നും പഠിക്കണമെന്നില്ല, ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ഓർക്കാൻ വേണ്ടി പറയുകയാണ്. സിൻ പണിഷ്ഡ്, പാവം ശിക്ഷിക്കപ്പെടുന്നു. യേശുക്രിസ്തു ക്രൂശിന്മേൽ കിടന്നത് ശിക്ഷയേൽക്കുകയാണ് ചെയ്തത്. കർത്താവ് പാവം ചെയ്തില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് കർത്താവ് ക്രൂശിന്മേൽ കിടന്നു? പാവം മുഴുവൻ കർത്താവ് തൻ്റെ മേൽ ആവാഹിച്ചെടുത്തു. മാറായിലെ കയ്പ് വെള്ളം കുടിക്കാൻ കഴിയാതെ ഇസ്രായേൽ മക്കൾ കരഞ്ഞപ്പോൾ, അയ്യോ ഞങ്ങളിത് എങ്ങനെ കുടിക്കുമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ, ആ മരുഭൂമിയിൽ വെള്ളം കിട്ടിയപ്പോൾ കുടിക്കാൻ വയ്യാതെ അവർ വിഷമിച്ചപ്പോൾ, അവർ കുടിക്കുന്നവർ ഛർദ്ദിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു, അവിടെ കാണുന്ന ആ മരം അതിൻ്റെ കൊമ്പ് വെട്ടി ഈ വെള്ളത്തിലേക്ക് ഇടാൻ പറഞ്ഞു. സ്വർഗത്തിലെ ദൈവം മോശയോട് പറഞ്ഞു, മോശ കൊമ്പ് വെട്ടിയിട്ടു. എന്തിനെന്ന് മോശയ്ക്ക് അറിഞ്ഞുകൂടാ. കൊമ്പ് വെട്ടിയിട്ടാൽ എന്താണ് ഗുണമെന്ന് മോശയ്ക്ക് അറിഞ്ഞുകൂടാ. ദൈവം പറഞ്ഞു, മോശ അനുസരിച്ചു. കൊമ്പ് വെട്ടിയിട്ടു. എന്തൊരത്ഭുതം! ആ കൊമ്പിനകത്തു നിന്നുള്ള ചാറ് അത് ആ വെള്ളത്തിലേക്ക് കലർന്നു. വെള്ളത്തിൽ ആകുവാനുണ്ടായിരുന്ന വിഷം അത് ആ കൊമ്പ് വലിച്ചെടുത്തു, ആവാഹിച്ചെടുത്തു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നമ്മുടെ എല്ലാവരുടെയും പാപം ആവാഹിച്ചെടുത്തു. നാം നുണ പറഞ്ഞത്, നാം മദ്യപിച്ചത്, നാം വഴക്കുണ്ടാക്കിയത്, മാതാപിതാക്കളോട് ധിക്കാരമായി പെരുമാറിയത്, മാതാപിതാക്കളെ അനുസരിക്കാതെ പോയത്, ഗുരുക്കന്മാരെ ആദരിക്കാതെ പോയത്, നമ്മുടെ കുടുംബത്തിൽ ഭിന്നതയും ശത്രുത്വം ഉണ്ടാക്കിയത്, നാം ദ്രവ്യാഗ്രഹം കൊണ്ട് എന്തെല്ലാമോ വൃത്തികേടുകൾ ചെയ്തത്, ചിലരെ അന്യായമായി ഉപദ്രവിച്ചത്, ചിലരെക്കുറിച്ച് ദൂഷണം പറഞ്ഞത്, എന്തെല്ലാം ഓർത്ത് നോക്കിയാൽ എന്തെല്ലാം പാവമായിരുന്നു. ഇതെല്ലാം ക്രിസ്തു തൻ്റെ മേൽ ആവാഹിച്ചെടുത്തു. ഞാനും നിങ്ങളും ചെയ്തതായ പാവങ്ങളെല്ലാം ക്രിസ്തു തൻ്റെ മേൽ ആവാഹിച്ചെടുത്തു. അപ്പോൾ ഞാൻ പാവിയായി. പാവം മുഴുവൻ ആവാഹിച്ചെടുത്തു. ആ പാവം യേശുക്രിസ്തു തൻ്റെ മേൽ ഏറ്റതുകൊണ്ട് എനിക്ക് മോചനം കിട്ടി. എൻ്റെ മേൽ നിന്ന് പാവം മാറി. പക്ഷേ യേശുക്രിസ്തു പാവം വഹിച്ച് കിടന്നതുകൊണ്ട് പിതാവ് പാവത്തിന് ശിക്ഷ വിധിച്ചു. അതാണ് കുരിശ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സിൻ പണിഷ്ഡ്, പാപത്തിന് ശിക്ഷയുണ്ട്, ഏത് പാപത്തിന് ശിക്ഷയുണ്ട്. പക്ഷേ പാവിയെ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ദ സിന്നർ റിഡീംഡ്. സിന്നർ, പാവി വിടുവിക്കപ്പെടുന്നു, വീണ്ടെടുക്കപ്പെടുന്നു. പാവിയെ വീണ്ടെടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്കും നിങ്ങൾക്കും പറ്റിയ പാപം, അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന പാപം, വാക്കിൽ അനേകം വാക്കുകൾ തെറ്റിൽ പോകുന്നു, ഓരോ അവയവം കൊണ്ട് ചെയ്തു പോയ പാവങ്ങൾ, നോട്ടത്തിൽ വന്ന പാവങ്ങൾ, സംസാരത്തിൽ വന്നു പോയ പാവങ്ങൾ, ചിന്തയിൽ വന്നു പോയ പാവങ്ങൾ, വികാരത്തിലും ആഗ്രഹത്തിൽ വന്നു പോയ പാവങ്ങൾ, സ്പർശനത്തിൽ വന്നു പോയ പാവങ്ങൾ, എന്തെല്ലാം പാവങ്ങൾ. ഈ പാവങ്ങളെല്ലാം ക്രിസ്തു തൻ്റെ മേൽ ഏറ്റുവാങ്ങി. തൻ്റെ മേലേക്ക് ഈ പാവങ്ങളെല്ലാം കർത്താവ് ഏറ്റുവാങ്ങി. അങ്ങനെ യേശു പാവമാക്കപ്പെട്ടു. യേശു ഭാവിയല്ല, പക്ഷേ യേശു പാവമാക്കപ്പെട്ടു. നമ്മുടെ പാവം യേശു വഹിച്ചു. പാവം വഹിച്ചുകൊണ്ട് കിടക്കുന്ന പുത്രൻ തമ്പുരാനെ പിതാവ് നോക്കിയിട്ട് പിതാവിന് നോക്കാൻ വയ്യ. അതുകൊണ്ട് പിതാവ് മുഖം മറച്ചു. മുഖം മറച്ചപ്പോഴാണ് കർത്താവ് അമ്പരപ്പെടുന്നത്, എൻ്റെ ദൈവമേ നിന്നെ കൈവിട്ടത് എന്ത് എന്ന്. ദൈവം പോലും കൈവിട്ടു. എന്തുകൊണ്ട്? പാപത്തിലേക്ക് ദൈവത്തെ നോക്കാൻ വയ്യ, അശുദ്ധിയിലേക്ക് ദൈവത്തെ നോക്കാൻ വയ്യ, അധർമ്മത്തിലേക്ക് നോക്കാൻ വയ്യ, തിന്മയിലേക്ക് നോക്കാൻ വയ്യ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പാപികളായി നമുക്ക് ആ പാപത്തിൽ നിന്ന് മോചനം തന്നു. ദ സിന്നർ റിഡീംഡ്. നമുക്ക് വീണ്ടെടുപ്പ് തന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് രക്ഷ തന്നു, വീണ്ടെടുപ്പ് തന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പരമസത്യം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളുടെ അകക്കണ്ണ് തുറന്നു കിട്ടണം. അത് ഒരു മഹാ അത്ഭുതമാണ്, അകത്തെ കണ്ണ് തുറന്നു കിട്ടുക എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉള്ളത്തിലേക്ക് കടന്നു വരുന്ന നിങ്ങൾക്ക് അതിനെ അനുഭവിക്കാൻ പറ്റും. എങ്ങനെയാണത്? യേശുക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു, യേശുക്രിസ്തു എന്നെ അറിയുന്നു, യേശുക്രിസ്തുവിൻ്റെ അരികത്തേക്ക് വന്നിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വചനം വരിക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. യേശുക്രിസ്തുവിൻ്റെ വചനം ഇവിടെ വരുന്നതുകൊണ്ട് യേശു ഇവിടെ വന്നിട്ടുണ്ട്. യേശുവിൻ്റെ അരികിലേക്ക് വരികയാണ്. യേശുവിനെ തൊടാൻ കൈ നീട്ടുകയാണ്. യേശുവിനെ തൊടണമെന്നുണ്ട്, പക്ഷേ തൊടാൻ നിർവാഹമില്ല. എന്നിൽ പാവമുണ്ട്. അതുകൊണ്ട് എന്നിൽ പാവമുള്ളതുകൊണ്ട് യേശുവിനെ തൊടാൻ പറ്റാതെ കർത്താവ് വേദനിച്ച് നിൽക്കുകയാണ്. സാത്താനെന്ന് പറയുന്നു, ഇവൻ എൻ്റെ വകയാണ്, ഇവൾ എൻ്റെ വകയാണ്, ഇവൾക്ക് ഇന്ന പാവമുണ്ട്, അതുകൊണ്ട് യേശുവെ നീ തൊടാൻ പാടില്ല, ദൈവമേ നീ ഇവളെ തൊടാൻ പാടില്ല. കാരണം ഇവളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇവൻ്റെ ജീവിതത്തിൽ ഒന്നു പോയ പാവങ്ങളുണ്ട്, ഇവളിന് പാവമുള്ളതുകൊണ്ട് നീ ദൈവമേ നീ തൊടാൻ പാടില്ല. ഇങ്ങനെ പിശാച് അവകാശം പറഞ്ഞ് നിൽക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് ദുഃഖത്തോടെ നിൽക്കുന്നു. എന്നാൽ ഈ പാവത്തിൻ്റെ ഉടമയായ ഞാനെന്ന് പറയുന്ന മനുഷ്യൻ പാവം വേണ്ട എന്ന് വയ്ക്കുമ്പോൾ, വന്നുപോയ പാവങ്ങൾ ഇനിമേൽ വരികയില്ല എന്ന് തീരുമാനിക്കുമ്പോൾ, വന്നുപോയ പാവങ്ങളെന്നല്ല ഒരു പാവം ഇനിമേൽ വരികയില്ലെന്ന് തീരുമാനിക്കുമ്പോൾ, അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കരം വന്ന് തൊടും. പിശാച് ലജ്ജയോടെ മാറിപ്പോകേണ്ടി വരും. നാമാണ് തീരുമാനിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം.
പറഞ്ഞു തരാം, ലളിതമായി പറഞ്ഞു തരാം. നിങ്ങളുടെ ഒരാളുടെ വീട്ടിൽ യാദൃശ്ചികമായി ഞാൻ വരാനിടയായി വിചാരിക്കുക, സങ്കല്പം ഒരു ഭാവന പറയുകയാണ്. വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ വരുമ്പോൾ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ, വരാന്തയിലല്ല, സ്വീകരണ മുറിയിൽ ഒരാൾ വന്നിരിക്കുന്നു. ആ വീട്ടുകാരനല്ല. ആ വീട്ടുകാരന് ഈ വന്നിരിക്കുന്ന ആളെക്കുറിച്ച് നല്ല ബഹുമാനമൊക്കെയാണ്, വല്ല കാര്യമായിട്ട് സൽക്കരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഞാൻ ആ വീട്ടുകാരനെ വിളിച്ചു. വീട്ടുകാരൻ എൻ്റെ സ്നേഹിതനാണ്, അതുകൊണ്ട് വിളിച്ചു. ഞാൻ പറഞ്ഞു, സ്നേഹിത, അത് വന്നിരിക്കുന്ന ആ മനുഷ്യനെ സൽക്കരിക്കരുത്. അയാൾ വലിയ ശല്യക്കാരനാണ്. അയാൾ അവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ നശിപ്പിക്കാനാണ്. അയാളുടെ വാക്കൊന്നും കേട്ടുപോകരുത്, വേഗം അയാൾ പറഞ്ഞു വിടും. ഓ, അങ്ങനെയാണോ? ആ, വേഗം പറഞ്ഞു വിട്ടു. അയാൾ അവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് ദോഷമാണ്, നിങ്ങളുടെ കുടുംബം നശിക്കും, നിങ്ങളുടെ മക്കൾ നശിക്കും. അതുകൊണ്ട് വേഗം അയാളെ പറഞ്ഞു വിട്. ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും കാത്തു നിൽക്കുക. കുറേ നേരമായിട്ടും ഈ ആൾ അകത്തേക്ക് പോയിട്ട് വന്ന് ആളെ പറഞ്ഞു വിടുന്നില്ല. അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളെ പറഞ്ഞു വിടുന്നില്ല. ഞാൻ പിന്നെയും വിളിച്ചു. ഞാൻ പറഞ്ഞു കേട്ടില്ലേ, കാര്യം ഗൗരവമാണ്. അയാൾ പറഞ്ഞു വിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീട് കുളം കോരും, നിങ്ങളുടെ സമ്പത്ത് അപഹരിച്ചുകൊണ്ട് പോകും, നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല വിഭവങ്ങളെല്ലാം അയാൾ കൊണ്ടുപോകും, നിങ്ങളുടെ എല്ലാ ജീവസത്യവും ഊറ്റിയെടുക്കും. അയാൾ എത്രയും വേഗം പറഞ്ഞു വിട്. ശരി, ഞാൻ ഇത്തവണ പറഞ്ഞുവിടാം. പോയി. പക്ഷേ ചെന്ന് പറഞ്ഞുവിടാൻ പറഞ്ഞപ്പോൾ അയാളോട് മിണ്ടുന്നില്ല, ഇയാൾ പറഞ്ഞുവിടാൻ തുടങ്ങുന്നുമില്ല. ഈ വീട്ടുകാരനോടുള്ള എൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ അകത്തേക്ക് കയറി ചെന്നു. ഞാൻ പറയുകയാണ്, നിങ്ങളിതിനോട് വന്നിരിക്കുന്നത്, നിങ്ങൾ ഇറങ്ങിപ്പോവും എന്ന് പറയുമ്പോൾ അയാൾക്കൊരു കൂസലുമില്ല. കാരണം അയാൾ ഉടമസ്ഥൻ്റെ മുഖത്തേക്ക് നോക്കുക. ഉടമസ്ഥൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഉടമസ്ഥന് ഭാവമാറ്റമില്ല. ഉടമസ്ഥൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നിങ്ങൾ ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞാൽ മതി, അയാൾ ഇറങ്ങിപ്പോകും. പക്ഷേ ഉടമസ്ഥൻ പറയുന്നില്ല. ഞാൻ അവിടെ കയറി വന്ന് ഞാനാണ് പറയുന്നത്, നിങ്ങൾ അയാളുടെ ഇറങ്ങിപ്പോകാൻ പറയുന്നത്. ഞാൻ അയാളെ കൈക്ക് പിടിച്ച് ഇറക്കി വിടാൻ തുടങ്ങിയപ്പോൾ അയാൾ എന്നെ അച്ചാലും മുച്ചാലും അടിച്ചു. ഞാൻ അടികൊണ്ടു. ഇതാണ് സംഭവിക്കുന്നത്. നമുക്ക് മനസ്സിലായോ? ആശയം മനസ്സിലായോ? നാം വാസ്തവമായി അനുതാപമില്ലാത്തയിടത്ത് പ്രാർത്ഥിച്ച് ഒരാൾക്ക് മോചനം കൊടുക്കാൻ നാം ദൈവസന്നിധിയിൽ യാചിച്ചാൽ പിശാചിൻ്റെ അടികൊള്ളും, സാത്താൻ്റെ അടികൊള്ളും. അതുകൊണ്ട് അവനവൻ തന്നെ പിശാചിനെ ഉപേക്ഷിക്കണം. അവനവൻ പിശാചിനോട് യാത്ര പറയണം. ഞാൻ എൻ്റെ സ്നേഹം കൊണ്ട്, ആ വീട്ടുകാരനുള്ള സ്നേഹം കൊണ്ട് അയാൾക്ക് അപകടം വരുമെന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ മനുഷ്യനെ ഇറക്കി വിടൂ എന്ന് ഞാൻ പറഞ്ഞു. എനിക്കറിയാം ഈ വന്നിരിക്കുന്നയാൾ കുലദ്രോഹിയാണ്, വളരെ അപകടകാരിയാണ്, അയാൾ പറഞ്ഞു വിടണമെന്ന് എനിക്കറിയാം. പക്ഷേ വീട്ടുകാരനെ ബോധ്യമില്ല. വീട്ടുകാരൻ അയാളെ സൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അനേകം ഇങ്ങനെയാണ്, പിശാചിനെ സൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്ര അനുഗ്രഹീതനായ ഒരു വ്യക്തി വന്ന് പ്രാർത്ഥിച്ചാലും അവൻ ഇറങ്ങി പോവുകയില്ല. ആ വീട്ടുകാരൻ തന്നെ അവനെ ഇറക്കി വിടണം. വീട്ടുകാരൻ പറയണം, നിങ്ങൾക്കിവിടെ അവകാശമില്ല, നിങ്ങൾ എത്ര അടുപ്പമുള്ള ആളായാലും ശരി, ഇവിടെ നിങ്ങൾക്ക് യാതൊരു അവകാശമില്ല, ഞാൻ യേശുവിൻ്റെ വകയാണ് എന്ന് പറയുമ്പോൾ പറയണം, നിങ്ങൾ ഓരോരുത്തരും പറയണം, ഞാൻ മിശിഹായെ സ്വീകരിച്ചവനാണ്, ഞാൻ സാത്താനെ ഉപേക്ഷിച്ചവനാണ്, പൈശാചികമായ ഒരു കാര്യത്തിൽ എൻ്റെ മേൽ യാതൊരു അവകാശവുമില്ല, ഞാൻ പാപത്തിന് എന്നെ തന്നെ കൊടുക്കുകയില്ല, ഇനിമേൽ ഞാൻ പാപം ചെയ്യുകയില്ല എന്ന് ഞാൻ തീരുമാനിച്ച മനുഷ്യനാണ്, നിങ്ങൾക്കിനുവേണ്ടി അവകാശമില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ പിശാചിനെ ഇറക്കിവിടാൻ നോക്കിയില്ലെങ്കിൽ സംഭവിക്കുന്നതാണെന്നറിയാമോ? സംഭവിക്കുന്നത് നിങ്ങളടികൊള്ളും. നിങ്ങളോട് ചെന്നതുകൊണ്ട് നിങ്ങളടികൊള്ളും. നിങ്ങളവിടെ ഇടപെടാതെ പോരുകയാണ് ഏറ്റവും നല്ലത്. പിശാച് ഒരു സാത്താന്യ ശക്തിയുണ്ട്. അനേകരിലും ഒരു ദുരാത്മാവ് വാഴുന്നു. ഒന്നല്ല, അനേകം ദുരാത്മാക്കൾ. ഗദരദേശത്തെ ഭൂതബാധിതനെ പോലെ അനേകം ദുരാത്മാക്കൾ വാഴുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ദുരാത്മാക്കൾ ഹൃദയത്തിൽ വസിക്കുകയാണ്. ആരും ഒന്നും അറിയുന്നില്ല. എന്തുകൊണ്ടാണ് കോപം വരുന്നത്? കോപം നിർത്താൻ വയ്യാത്ത കോപം വരുന്നത് എന്തുകൊണ്ടാണ് ഈർഷ്യ വരുന്നത്? എന്തുകൊണ്ടാണ് മുഷ്ടിൽ വരുന്നത്? എന്തുകൊണ്ടാണ് വൈരാഗ്യം വരുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് അശുദ്ധമായ വികാരങ്ങൾ വരുന്നത്, അശുദ്ധമായ ചിന്തകൾ വരുന്നത്? എന്തുകൊണ്ടാണ് മാതാപിതാക്കളോട് തറുതല പറയാൻ തോന്നുന്നത്? എന്തുകൊണ്ടാണ് അധ്യാപകരെ കളിയാക്കാൻ തോന്നുന്നത്? എല്ലാം അകത്തൊരു ദുർഭൂതം ഇരിക്കുന്നുണ്ട്. ഒന്നല്ല, അനേകം ദുർഭൂതങ്ങൾ. ഈ ദുർഭൂതങ്ങളിലകത്തിരിക്കുന്നതുകൊണ്ട് ഈ വേണ്ടാതിനങ്ങളെല്ലാം നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കുന്നു. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, കർത്താവേ, ഞാൻ സാത്താനിതാ ഞാൻ ഉപേക്ഷിക്കുന്നു, ഒരു കാരണവശാലും പിശാചിന് ഇടം കൊടുക്കുകയില്ല. പാവനിൽ വരുമ്പോഴാണ് പിശാചിൻ്റെ അവകാശം പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും സാത്താനിന് ഞാൻ ഈ ഇടം കൊടുക്കുകയില്ല. യേശുവേ, നീ ഇപ്പോൾ അധികാരത്തോടെ കടന്നു വന്ന് എന്നെ പിശാചിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് പറയുമ്പോൾ കോപം മാറിപ്പോകും, വാശി മാറിപ്പോകും, വൈരാഗ്യം മാറിപ്പോകും, ഭിന്നത മാറിപ്പോകും, പിണക്കം മാറിപ്പോകും, അശുദ്ധി മാറിപ്പോകും, അഹങ്കാരം മാറിപ്പോകും, സ്വാർത്ഥത മാറിപ്പോകും, എല്ലാ തിന്മയും മാറിപ്പോകും. ഇപ്പോൾ ഞാൻ എന്നെ തന്നെ കണ്ട് യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് എന്നെ കൊടുക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കട്ടെ. സിൻ പണിഷ്ഡ്, സിന്നർ റിലീസ്ഡ്, അല്ലെങ്കിൽ സിന്നർ റിഡീംഡ്. പാപത്തിന് ശിക്ഷയുണ്ട്. ഏത് പാപത്തിന് ശിക്ഷയുണ്ട്? നിൻ്റെ പാപത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കും.
ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നാം ധാരാളം കേട്ടുള്ള വാക്കാണ്. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായി ഇതിൻ്റെ പാവത്തിനെ കണ്ടെത്തും, ഉറപ്പാണ്. പാവത്തിന് ശിക്ഷയുണ്ട്, പക്ഷേ പാവിക്ക് രക്ഷയുണ്ട്. നമ്മിലുള്ളതായ പാപം ക്രിസ്തു വഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ക്രിസ്തു എൻ്റെ പാപം വഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, വിശ്വാസം മൂലം എന്നിൽ നിന്ന് ഈ പാപത്തിൻ്റെ എല്ലാ ബാധകളും മാറിപ്പോകും, പിശാചിൻ്റെ ബാധകൾ മാറിപ്പോകും. മരുഭൂമിയിൽ കൂടി ഇസ്രായേൽ ജനം പോയപ്പോൾ മരുഭൂമിയിൽ അഗ്നിസർപ്പം കടിച്ചു. ഇസ്രായേൽക്കാർ അഗ്നിസർപ്പം കടിച്ചു. അഗ്നിസർപ്പം കടിക്കാൻ കാരണമുണ്ട്. അവർ ദൈവത്തോട് പിറുപിറുത്തു, നടത്തിക്കൊണ്ടുവരും ദൈവത്തോട് പിറുപിറുത്തു, ദൈവത്തോട് മത്സരിച്ചു. അപ്പോൾ അഗ്നിസർപ്പങ്ങൾ കടന്നു വന്നു. ദൈവത്തോട് മറുതലിക്കുമ്പോൾ പിശാചുക്കൾ കയറി വരും. അഗ്നിസർപ്പങ്ങൾ കടന്നു വന്നു, ആളുകളെ കടിക്കുന്നു, അവരുടനെ ബോധം ക്ഷയിച്ചു പോകുന്നു, പിന്നെ ക്രമേണ അവർ മരിച്ചു പോകുന്നു. എല്ലാവരും വലിയ കഷ്ടത്തിലായി. മോശ നിലവിളിക്കാൻ തുടങ്ങി. മോശ മരുഭൂമിയിൽ ആ മണലാരണ്യത്തിൽ മുട്ടുകുത്തി. മോശ പറഞ്ഞു, കർത്താവേ, ഈ ജനം നശിക്കുന്നല്ലോ, ഈ ജനം മരിച്ചു പോകുന്നല്ലോ, ഈ ജനത്തെ ഇവിടെ മരുഭൂമി നശിപ്പിക്കാനാണോ ജനത്തെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മോശയുടെ ആ കണ്ണുനീര് ദൈവം കണ്ടു. മോശയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ആ അഗ്നിസർപ്പത്തിൻ്റെ ആകൃതിയിലൊരു സർപ്പത്തെ ഉണ്ടാക്കുക, പിച്ചള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കുക അഗ്നിസർപ്പത്തിൻ്റെ രൂപത്തിൽ. എന്നിട്ട് അങ്ങ് പാളയത്തിൻ്റെ മധ്യത്തിൽ വലിയൊരു കൊടിമരം നാട്ടിയിട്ട് അതിൽ തൂക്കിയിടുക. ജനത്തോട് പറയണം, ഈ പിച്ചള സർപ്പത്തിലേക്ക് നോക്കുന്നവരെല്ലാം രക്ഷപ്പെടും. എങ്ങനെ? ദൈവത്തിൻ്റെ വചനമാണ് എൻ്റെ പിന്നിൽ. വെറുതെ പിച്ചള സർപ്പം ഉണ്ടാക്കിയാലൊന്നും രക്ഷപ്പെടില്ല. ദൈവത്തിൻ്റെ വചനപ്രകാരം പിച്ചള സർപ്പം ഉണ്ടാക്കി ആ പിച്ചള സർപ്പത്തിലേക്ക് വിശ്വാസത്തോടെ ആര് നോക്കുന്നുവോ അവർക്ക് രക്ഷ കിട്ടും. ദൈവത്തിന് സ്തോത്രം. മോശ പറഞ്ഞു, ചിലർ നോക്കി രക്ഷപ്പെട്ടു. സങ്കല്പിക്കുകയാണ്, ഭാവനയെ പറയുകയാണ്. ഒരു കൂടാരത്തിലേക്ക് ചെന്നു. അടുത്ത കൂടാരത്തിലുള്ളവർ രക്ഷപ്പെട്ട ഒരാളാണ് വന്നത്. സ്നേഹിത, നിങ്ങൾ മരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ബോധം കെട്ട് മയങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഈ വിഷത്തിൽ മരിക്കേണ്ട ആവശ്യമില്ല. അതാണ്ടേ അങ്ങോട്ട് നോക്കി, അവിടെ പിച്ചള സർപ്പത്ത് നാട്ടിയിട്ടുണ്ട്. നിങ്ങളെ കടിച്ച പാമ്പിൻ്റെ അതേ ആകൃതിയിൽ പിച്ചള സർപ്പത്ത് നാട്ടിയിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ട് നോക്കൂ. ഉടനെ അതിൽ പറയുക, നിങ്ങൾ ബോധമില്ലാതെ പറയുന്നത് എന്താ? ഇത് ഒരു സയൻറ്റിഫിക് നോളജ് ഇല്ലല്ലോ, ഒരു ശാസ്ത്രീയമായ ബോധമില്ലല്ലോ. എന്താണ് ഈ പറയുന്നത്? എൻ്റെ ശരീരത്തിൽ വിഷം കയറിയത് എൻ്റെ രക്തത്തിൽ കൂടി കലർന്നിരിക്കുന്നു. ഈ രക്തത്തിൽ കൂടി കലർന്നിരിക്കുന്ന വിഷം എങ്ങനെയാണ് പോകുന്നത് അങ്ങോട്ട് നോക്കുമ്പോൾ? എനിക്ക് മനസ്സിലാകുന്നില്ല. അയാളിങ്ങനെ തർക്കിക്കുകയാണ്. ഉടനെ ഇദ്ദേഹം പറയുകയാണ്, സ്നേഹിത, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നത്. ഞാൻ ഇതുപോലെ ആയിരുന്നു. ഞാനും മനസ്സിൽ കുറച്ചൊക്കെ തർക്കിച്ച് നിന്നയാളാണ്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വിഷം മാറി. അതെൻ്റെ അനുഭവമാണ്. എങ്ങനെയാണ് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. ഞാൻ വിശ്വസിച്ചു, ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ചു. ഞാൻ നോക്കി, എനിക്ക് രക്ഷ കിട്ടി. നിങ്ങൾ നോക്ക്. മയങ്ങിക്കൊണ്ടിരുന്ന ആ മയക്കത്തിൽ തന്നെ ഒന്ന് ചെരിഞ്ഞു നോക്കി. എന്തൊരത്ഭുതം! മയക്കം മാറി, ചാടി എണീറ്റു. ആ വിഷബാധം പോയി അങ്ങോട്ട് വിശ്വാസം നോക്കിയുള്ളൂ, മാറി, വിഷബാധ മാറി. അയാൾ ചാടി എഴുന്നേറ്റു. അയ്യോ, ഇത് ഞാൻ അനുഭവിച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന പോരല്ലോ. അടുത്ത കൂടാരങ്ങളിൽ ഇതുപോലെ മരിക്കാറായി കിടക്കുന്നവരുണ്ടല്ലോ. അങ്ങ് ആ കൂടാരങ്ങളിലേക്ക് ഓടുകയാണ്. ഓരോ കൂടാരങ്ങളിലേക്ക് ഓടി, അങ്ങനെ ഈ രക്ഷപ്പെടുന്നവർ ഓരോ കൂടാരങ്ങളിൽ ഓടി ആകെ ഓടിയാണെന്ന് പറയുകയാണ്. ആ സർപ്പത്തിലേക്ക് നോക്കിയാൽ രക്ഷ കിട്ടും. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവൻ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് എനിക്ക് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, നിങ്ങൾ ഏതെല്ലാം തരത്തിലുള്ളതായ കൺഫ്യൂഷൻസ്, പ്രയാസങ്ങളോ ഭാരങ്ങളോ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ആകുലങ്ങളോ അവലാധികളോ, ഏതെല്ലാം തരത്തിലുള്ളതായ ദുരിതങ്ങളോ എല്ലാം ഉണ്ടെങ്കിലും, അല്ലാതെ നിങ്ങൾ വിട്ടുപിരിയാൻ ശ്രമിച്ചിട്ട് ജയം കിട്ടാത്ത പാപങ്ങളോ ഉണ്ടെങ്കിലും, നിങ്ങൾ കാര്യം ചെയ്യൂ. നിങ്ങൾ വിശ്വാസത്തോടെ കുരിശിലേക്ക് നോക്കുക. കുരിശ് നിങ്ങളുടെ മുമ്പിൽ നാട്ടിലേക്ക് നിങ്ങൾ വിശ്വസിക്കുക. 2000-ലേറെ വർഷം മുൻപ് ഗോകുൽത്ത കുന്നിന്മേൽ നാട്ടിയ ആ കുരിശ് നിങ്ങൾ മുന്നിൽ ഭാവനയിൽ കാണുക, നിങ്ങളുടെ ചിന്താധാരയിൽ കാണുക. ആ കുരിശ് രക്ഷയുടെ ചിഹ്നമാണ്. ശ്ലീബ ജയത്തിൻ്റെ ചിഹ്നമാണ്. ശ്ലീബ ജയത്തിൻ്റെ അടയാളമാണ്. ശ്ലീബ നിത്യത്തിലേക്കുള്ള പാലമാണ്. ആ കുരിശിലേക്ക് നിങ്ങൾ വിശ്വാസത്തോടെ നോക്കുക. വിശ്വാസ നായകനും പൂർത്തിനായ യേശുവിനെ നോക്കുക. അവങ്കലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും നഷ്ടപ്പെട്ടു പോകേണ്ട കാര്യമില്ല. ആരും നരകത്തിലേക്ക് വേണ്ട ആവശ്യമില്ല. ഒറ്റയ്ക്കൊരു കാര്യം മാത്രം ചെയ്താൽ മതി, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിങ്ങളുടെ പാവമെല്ലാം യേശു ക്രിസ്തു വഹിച്ചു നിങ്ങൾ വിശ്വസിക്കുക. ഇത് വെറുതെ കേട്ടുകൊണ്ട് പോയാൽ പോരാ, നാം പ്രാർത്ഥനയിൽ പങ്കുകൂടിയാലും പോരാ. നമ്മുടെ ഹൃദയത്തിൽ ഇത് വരണം. എൻ്റെ പാവം യേശു വഹിച്ചു. ഞാൻ കൊള്ളരാത്തവനാണ്, ഞാൻ അലസനാണ്, ഞാൻ അഹങ്കാരിയാണ്, ഞാൻ ദ്രവ്യാഗ്രഹിയാണ്, ഞാൻ സ്വാർത്ഥമതിയാണ്, എൻ്റെ ജീവിതത്തിൽ തിന്മകൾ ഏറെയുണ്ട്, ഞാൻ അവിശ്വാസിയാണ്, ഞാൻ അശുദ്ധനാണ്. അത് നാം അംഗീകരിക്കണം. എന്നിട്ട് നിങ്ങൾ കുരിശിലേക്ക് നോക്കുക.
കുരിശിലേക്ക് നോക്കുന്നു. അവിടെ നമ്മുടെ പാവം വഹിച്ചുകൊണ്ട് കിടക്കുന്ന ക്രിസ്തുവിനെ കാണുന്നു. എൻ്റെ പാവം അവിടെ കുരിശിന്മേൽ. എൻ്റെ പാവം, എൻ്റെ അശുദ്ധി, എൻ്റെ അവിശ്വാസം, എൻ്റെ ചിന്തകളുള്ളതായ തിന്മകൾ, എൻ്റെ വികാരങ്ങളുള്ളതായ അശുദ്ധികൾ എല്ലാം അവിടെ യേശു വഹിച്ചുകൊണ്ട് കിടക്കുന്നു. യേശു ഇതെല്ലാം വഹിച്ചുകൊണ്ട് കിടക്കുമ്പോൾ പിതാവിന് നോക്കാൻ വയ്യ. പാപം ശിക്ഷിക്കപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. അതേസമയത്ത് പാവി വിടുവിക്കപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത് നിങ്ങൾക്ക് ഇന്ന് അനുഭവമാകാൻ പറ്റുകയാണെങ്കിൽ വലിയൊരു മഹാഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിന്ന് വിശ്വസിക്കുക. ഏറ്റവും ലളിതമായ കാര്യമാണല്ലേ ഞാൻ പറഞ്ഞത്. വിശ്വസിക്കുക. എന്തെല്ലാം പാവമാണ് നിങ്ങൾക്ക് വന്നുപോയത്. ഓർമ്മ വെച്ച കാലം മുതലുള്ള ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ലജ്ജ വരുന്നത്. ലജ്ജിച്ചു പോകും. എന്തെല്ലാം വിഡ്ഢിത്തങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്, ഏതെല്ലാം അവിവേകങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തു പോയത്, എന്തെല്ലാം മണ്ടത്തരങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു പോയത്. എൻ്റെ നാവിൽ കൂടി വന്ന വാക്കുകൾ എന്തെല്ലാം തരത്തിലുള്ള ദൂഷ്യങ്ങളായിരുന്നു. അയ്യോ, ഇന്ന് പേടിയാകുന്നു. എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ പാപങ്ങൾ കർത്താവെ ഓർക്കുമ്പോഴെനിക്ക് ഭയമാകുന്നു. ഇന്നെനിക്ക് മനുഷ്യനെ മുഖത്ത് നോക്കാൻ ലജ്ജയാകുന്നു. കർത്താവെ, തിന്മകളേറെ വന്നുപോയി, പാതകങ്ങൾ ഏറെയേറെ വന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ഓരോന്നോരോന്ന് ഈ ലോകത്തിൻ്റെ ദാസനായി ഞാൻ ജീവിച്ചു പോയി. ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചു പോയി. ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചു പോയി. എൻ്റെ യേശുവേ, ഞാൻ സത്യം അറിഞ്ഞില്ല, സത്യം ഗ്രഹിച്ചില്ല, സത്യം കേട്ടിട്ട് വിശ്വസിച്ചില്ല. കർത്താവെ, വിശ്വസിങ്ങൾ അനുസരിച്ചില്ല. കർത്താവെ, എനിക്ക് തെറ്റുകൾ പറ്റിപ്പോയി. ഇങ്ങനെ നിങ്ങൾ ഹൃദയത്തെ താഴ്ത്തിക്കൊണ്ട് കർത്താവിലേക്ക് നോക്കുമ്പോൾ കുരിശിൽ നിന്ന് ഒഴുകി വരുന്നതായ ആ ക്രൂസിലെ സ്നേഹം നിങ്ങളെ തഴുകുന്ന നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇതൊരു അനുഭവമാണ് പ്രിയപ്പെട്ടവരെ, അറിവല്ല, അനുഭവമാണ്. നിങ്ങളുടെ പാപം യേശു വഹിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സ്വതന്ത്രരായി തീരുകയാണ്. നിങ്ങളുടെ പാവം നിങ്ങളിൽ നിന്ന് യേശു വഹിച്ചെടുത്തു, മാറ്റിയെടുത്തു. ആ മുഴുവൻ കർത്താവ് ആവാഹിച്ചെടുത്തു. ഈ വിഷം മുഴുവൻ കർത്താവിൻ്റെ മേലായി, വിഷം മുഴുവൻ. അതുകൊണ്ടാണ് അന്ന് ആകാശം ഇരുണ്ടുപോയത്, സൂര്യൻ കണ്ണടച്ചു പോയത്. 3 മണിക്കൂർ നേരത്തോളം സൂര്യൻ ഇരുണ്ടുപോയി, സൂര്യൻ കണ്ണടച്ചു പോയി. എന്താണത്? സൂര്യൻ അസ്തമിക്കാൻ കാരണം, നട്ടുച്ചയ്ക്ക് സൂര്യൻ അസ്തമിച്ചു. എന്താണ് കാരണം? 3 മണിക്കൂർ നേരം കൂരിട്ടുണ്ടായി. അതിന് കാരണം നമ്മുടെ പാവം മുഴുവൻ യേശു വഹിച്ചിരിക്കുന്നു. മനുഷ്യജാതിന് മുഴുവൻ പാവം. എന്തെല്ലാമാണ് അഹങ്കാരം കൊണ്ട് വന്നുപോയത്, അധികാരഭ്രമം കൊണ്ട് വന്നുപോയത്, പരസ്പരം തൊഴുത്തിൽ കുത്തുകൊണ്ട് വന്നുപോയത്, കുടുംബത്തിലെ വധവത്സരം കൊണ്ട് വന്നുപോയത്, എന്തെല്ലാം തിന്മകളാണ് വന്നുപോയത്. ദൈവത്തിന് സ്തോത്രം. വിദ്യാർത്ഥി ആയിരുന്നപ്പോൾ ചെയ്തു പോയ തെറ്റുകൾ ഓരോന്നോരോന്ന്, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജോലി സ്ഥലത്ത് വന്നുപോയ തെറ്റുകൾ, എന്തെല്ലാം ഓർത്തു നോക്കിയാൽ ഇന്ന് ലജ്ജ തോന്നുന്നതും പക്ഷേ ഭയപ്പെടുത്തുന്നതുമായ ചിന്തകൾ. എൻ്റെ കർത്താവ്, ഇതെല്ലാം പാപങ്ങളാണ്. നാഥാ, ഞാൻ ഇതെല്ലാം ചെയ്തിട്ടും എൻ്റെ പാവം നീ വഹിച്ചല്ലോ. ഈ ഒരു ബോധ്യം നിങ്ങൾക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവേ, അവിടുത്തെ പ്രിയ മക്കളുടെ അടുത്ത് തീരുമാനം അവിടുന്ന് കാണുന്നുവല്ലോ. നിൻ്റെ മക്കളുടെ സമർപ്പണത്തിന് മേൽ സ്വർഗത്തിൻ്റെ അഗ്നി ഇറക്കണമേ കർത്താവേ. എല്ലാവരെയും തുടരണമേ കർത്താവേ. പ്രിയ മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമേ കർത്താവേ. ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണമേ കർത്താവേ. ആകുലങ്ങൾ മാറ്റി കൊടുക്കണമേ കർത്താവേ. ഭാരങ്ങളും സങ്കടങ്ങളും എല്ലാം മാറ്റി കൊടുക്കണമേ. സമാധാനമുള്ള ഒരു സൗഭാഗ്യ ജീവിതം എല്ലാവർക്കും നൽകണമേ. രണ്ടാമത്തവരിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ TV-യിൽ.